ഗൈസ് 2 ദിവസങ്ങൾക്ക് മുമ്പ് ലൂണയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത പുറത്തേക്ക് വന്നില്ല. IFT ന്യൂസ് മീഡിയ. അതായത് ലൂണയോട് മറ്റ് ക്ലബ്ബുകളൊക്കെ നോക്കാൻ അല്ലെങ്കിൽ മറ്റ് ഓഫേഴ്സൊക്കെ നോക്കാൻ KBFCയുടെ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. 2027 വരെ കോൺട്രാക്റ്റ് ഉള്ള ഒരു പ്ലെയർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിനോടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പം 2 ISL ക്ലബ്ബുകൾ FC ഗോവയും മുംബൈ സിറ്റി FCയും ഒക്കെ താരത്തെ മോണിറ്റർ ചെയ്യുന്നു എന്നുള്ള വാർത്തകളൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ IFT ന്യൂസ് മീഡിയ തന്നെയാണ് ആ കാര്യം പറഞ്ഞത്. എന്താണെങ്കിലും ഈ ഒന്ന് ലാസ്റ്റ് സീസണിൽ തന്നെ ഗോവ താരത്തിൽ ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലാണ് പിന്നീട് 2027 വരെയുള്ള ഒരു ലോങ് കോൺട്രാക്റ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് താരം കരാർ ഒപ്പുവെക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഈ സീസണിലേക്ക് വരുന്നൊരു സമയത്ത് ഇപ്പം കഴിഞ്ഞ വർഷം ലൂണ പോകുന്നതിൽ ഒരുപാട് ആരാധകർക്ക് പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ലെവൽ കുറയും. ആരാധകരൊക്കെ ഉണ്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഒരു ക്ലബ് ലെജൻഡ് പരിവേഷമൊക്കെ ഉള്ളൊരു താരം തന്നെയാണ് എഡ്രിയാൻ ലൂണ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇപ്പം പറയുന്ന പോലെ ഇപ്പോൾ ഈ റിപ്പോർട്ടിനകത്തൊക്കെ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻസിൽ ഇല്ല ലൂണ എന്നുള്ളതാണ്. അത് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, ഇന്ന ആൾ ഫ്യൂച്ചർ പ്ലാൻസിൽ ഇല്ല എന്നുള്ളത്. എന്നിട്ട് അവർ എതിർ ടീമിൽ പോയി കളിച്ച് നമ്മുടെ അണ്ണാക്കി തരും. ഇവിടെ ഒരു ഫ്യൂച്ചർ ഇല്ലാണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നൊരു സാഹചര്യം കാണുകയും ചെയ്യും എന്നുള്ളതാണ്. എന്താണെങ്കിലും 2027 വരെ കോൺട്രാക്റ്റുള്ള താരത്തെ പെട്ടെന്ന് കളയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ക്ലബ്ബുമായിട്ടൊന്നും ഒരു ഡീലിലും എത്താൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ആരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു, ഇന്ന ക്ലബ്ബുമായിട്ട് ഡീലിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ അതൊന്നും നടക്കത്തില്ല. കാരണം ട്രാൻസ്ഫർ മാർക്കറ്റ് തുറന്നതിന് ശേഷം ഇപ്പം ഒന്നുകിൽ ട്രാൻസ്ഫർ ഫീ കൊടുത്ത് സ്വന്തമാക്കണം, അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒരു തീരുമാനം എടുക്കണം. അപ്പം പ്ലാൻസിൽ ഇല്ലെങ്കിൽ ചിലപ്പം ഒരു കോൺട്രാക്ട് ടെർമിനേഷനൊക്കെ ഉള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത്. ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഗ്രൂപ്പിലോ എവിടെ കണ്ടതെന്ന് എനിക്ക് ഓർക്കുന്നില്ല. കാരണം കുറേ ദിവസങ്ങൾക്ക് മുമ്പ് എവിടെയോ കണ്ടതാണ്. അതായത് സത്യം പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ക്ലബ് ലെജൻഡ് ഒന്നും ഇല്ല എന്നുള്ളത്. കാരണം ഒരു ക്ലബ് ലെജൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ക്ലബിനെ കൊണ്ട് എന്തെങ്കിലും ഒരു സക്സസ് ഉണ്ടാക്കണം. സോ അൺഫോർച്ചുനേറ്റ്ലി ലൂണയ്ക്ക് അത് പറ്റിയില്ല. അത് ലൂണയുടെ മാത്രം പ്രശ്നമല്ല, നമുക്കറിയാം മാനേജ്മെൻറ്റിൻ്റെ മൊത്തത്തിലുള്ളൊരു പ്രശ്നമാണ് എന്നുള്ളത്. സോ ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാം. യോയൽ വാന്നീഫ് എന്ന് പറഞ്ഞിട്ടുള്ള താരം മുംബൈ സിറ്റി FC ആയിട്ട് വേർപിരിയുന്നു. യോയൽ വാന്നീഫ് മാത്രമല്ല, ഒരു പറ്റം താരങ്ങൾ, ഒരു കംപ്ലീറ്റ് റീവാമ്പിനാണ് മുംബൈ സിറ്റി FC ശ്രമിക്കുന്നത്. കാരണം മുംബൈ സിറ്റി FC ഇത്തവണ പ്ലേ ഓഫിൽ കടന്നെങ്കിലും സമീപകാലത്തെ ഏറ്റവും മോശപ്പെട്ട ഒരു സീസണായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ചു വരണം. അവർ മുൻ ചാമ്പ്യൻസ് ആണ്, എപ്പോഴും സക്സസ്ഫുൾ ആയിട്ടൊരു ടോപ്പ് ലെവലിൽ ഷീൽഡിലൊക്കെ ഒരു ഫൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു ടീമാണ്. അപ്പോൾ അവർക്ക് കൃത്യമായുള്ള ചേഞ്ചസ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ റീവാമ്പിന് ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഒരുപാട് താരങ്ങളുടെ വേർപിരിയൽ ഇതിനോടകം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൽ യോയൽ വാന്നീഫിൻ്റെ പേര് ഞാൻ എടുത്തു പറഞ്ഞെങ്കിൽ, ഡച്ച് താരമാണ്, ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്ലെയർ ഡിസേർവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കൊതിക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ ഉള്ള ഒരു കാര്യം വെച്ച് പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും മികച്ച ഒരു DM എന്ന നിലയിൽ നമുക്ക് പറയാൻ പറ്റും. പണ്ട് ജാഹുവിൻ്റെ പേരാണെങ്കിൽ ഇപ്പം ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് യോയൽ വാന്നീഫ് തന്നെയാണ്. ആസ് എ ഡിസ്ട്രക്റ്റീവ് പ്ലെയർ എന്ന നിലയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി, ഒരു ഡീപ് ലൈൻ ഒരു പ്ലേ മേക്കർ എന്ന നിലയിൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ലോങ് റേഞ്ചേഴ്സ്, അദ്ദേഹത്തിൻ്റെ സെറ്റ് പീസ് എബിലിറ്റി, നമുക്കറിയാം എത്രയോ നാളുകളായിട്ട് നമ്മൾ ആ സെറ്റ് പീസ് എബിലിറ്റി നഷ്ടപ്പെട്ട ഒരു രൂപത്തിലാണ് പോകുന്നത്. അങ്ങനത്തെ ഒരു പ്ലെയറെ കണ്ടുപിടിക്കാൻ വർഷങ്ങളായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിവുള്ള ആരും സ്പോർട്ടിംഗ് ഡിസിഷൻ എടുക്കാനില്ലേ എന്ന് പറയുന്ന ഒരു ചോദ്യം അവിടെ നിലനിൽക്കും. സത്യം പറഞ്ഞാൽ യോയൽ വാന്നീഫിനെയൊക്കെ പോലത്തെ ഒരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ടീമിൻ്റെ മൊത്തത്തിലുള്ളൊരു ബാലൻസ് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മളിപ്പം പറഞ്ഞാണ് ഒരു ബാലൻസ് ഇല്ലാത്ത വിദേശ സ്ക്വാഡാണ്. അപ്പം ഒരു CB മിലോസിന് പകരം വരണം. ഇപ്പം ലെഗാത്തോറുണ്ട്, CBയിലും DMയിലും ഒരു ബാക്കപ്പ് ഓപ്ഷൻ എന്ന നിലയിൽ നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് യോയൽ വാന്നീഫിനെ മറ്റൊരു പ്ലെയറായിട്ട് ഉപയോഗപ്പെടുത്താം, DM എന്ന നിലയിൽ ഫസ്റ്റ് ചോയ്സിൽ തന്നെ. പിന്നെ പറഞ്ഞ പോലെ നോവ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, ഹെസൂസും തുടരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഒരു AM ആൻഡ് ഒരു CF കളിക്കുന്ന ഒരു ലെവൽ ഓഫ് പ്ലെയർ. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ഗൊരക്സേന അല്ലെ പെട്രട്ടോസ് ടൈപ്പ് പ്ലെയർ അവരെ കൊണ്ടുവരണമെന്നില്ല, ആ ടൈപ്പ് പ്ലെയേഴ്സിനെ കൊണ്ടുവന്നാൽ 2 പൊസിഷൻസിലും. കാരണം പറഞ്ഞ പോലെ യൂട്ടിലിറ്റി പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ISLൽ അങ്ങനത്തെ പ്ലെയേഴ്സുള്ള ടീമിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ്. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പോർട്ടിംഗ് ഡിസിഷൻസിൽ ആ ഒരു തീരുമാനമെടുക്കാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഈ ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ മികച്ചതായിരിക്കും. അറ്റ്ലീസ്റ്റ് അതിന് മിനിമം ബുദ്ധി മതി. പക്ഷേ നമ്മളുടെ സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സും അല്ലെങ്കിൽ അങ്ങനത്തെ ഡിസിഷൻ എടുക്കുന്നവർ അതിബുദ്ധിമാന്മാരാണല്ലോ, അങ്ങനെയാണല്ലോ പറയുന്നത്, ചണക്യ തന്ത്രമൊക്കെ. പക്ഷേ ഈ ഒരു അതിബുദ്ധി ആകപ്പാട് കണ്ടിട്ടുള്ളത് 2021-22 സീസണിൽ മാത്രമാണ്. അതിനുശേഷം ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്ന തരത്തിലുള്ള സൈനിങ്ങുകളാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് എന്നുള്ളതേ പറയാനുള്ളൂ. സോ നമുക്ക് കാത്തിരിക്കാം
ഈ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ജസ്റ്റ് ഇതൊന്ന് സംസാരിച്ച് പോകണം എന്നുള്ളത് തോന്നി. എൻ്റെ ഒരു ഒപ്പീനിയൻസ് ഇപ്പം നമ്മുടെ ആരാധകരുടെ ഒപ്പീനിയൻസ് എടുക്കാനും മറ്റൊരു എന്താ പറയുക അഡ്വൈസറി ബോർഡൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇങ്ങനത്തെ ഫാൻസിൻ്റെ കാര്യങ്ങളും അതിപ്പോൾ സ്പോർട്ടിംഗ് ഡിസിഷൻസിൽ അങ്ങനത്തെ തീരുമാനമൊന്നുമില്ലെങ്കിലും അഭിപ്രായങ്ങൾ പറയാമെന്നൊക്കെ ഉള്ളതാണ് പറയുന്നത്. നമുക്കൊരു ഇന്ത്യയിൽ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു DMനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗുണം ചെയ്യും. അങ്ങനെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല, എങ്കിലും നമുക്ക് പറയുമെങ്കിലും ചെയ്യാമല്ലോ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ. സൈനിങ് ഓഫ്.